Hello everyone, welcome back to VLSC with Geetanjali. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി അഡീഷൻ ആണ് നോക്കിയത്. അപ്പം ഇന്ന് നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ബൈനറി അഡീഷൻ ചെയ്തത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ബൈനറി സബ്ട്രാക്ഷനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അഡീഷൻ ചെയ്ത് അതുപോലെ തന്നെ ഈസി ആയിട്ട് സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ആ റൂൾസ്? ഇതാണ് നമ്മുടെ റൂൾസ്. സോ നമുക്ക് രണ്ട് ഇൻപുട്സ് ഉണ്ട്, എ ആൻഡ് ബി. നമുക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ രണ്ട് ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക, 0 and 1. സോ അതിനെ പറ്റിയ 4 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവാം. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ അഡീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ടിൽ രണ്ട് ടേംസ് ആണ് ഉണ്ടായിരുന്നത്, സം ആൻഡ് ക്യാരി. അതുപോലെ തന്നെ സബ്ട്രാക്ഷന്റെ സമയത്ത് നമുക്ക് രണ്ട് ടേംസ് ഉള്ളത് ഡിഫറൻസ് ആൻഡ് ബോറോ ആണ്. ഇനി നമുക്ക് കോമ്പിനേഷൻസ് നോക്കാം. അതായത് 0 - 0. 0 - 0 0 നമുക്കറിയാം. അപ്പം ആ കിട്ടുന്ന 0 ഡിഫറൻസിലേക്കാണ് പോവുക. അവിടെ ബോറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബോറോവും 0 ആണ് കിട്ടുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 - 0. 1 - 0 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1. ആ 1 ഡിഫറൻസിലോട്ടാണ് പോകുന്നത്. അവിടെയും ബോറോ ഒന്നും ജനറേറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് അവിടെ 0 ആണ് ബോറോയുടെ സ്ഥാനത്ത് വരാം. ആൻഡ് 1 - 1 is also 0. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെയും നമുക്ക് ബോറോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ബോറോ കിട്ടുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ, അതാണ് 0 - 1. അതായത് 0 - 1 എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ നമുക്ക് ഡയറക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് റൂൾ ആണ്. സബ്ട്രാക്ഷനിൽ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ റൂൾ ഇത് മാത്രം. കാരണം ബാക്കി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ബോറോ വരുന്നില്ല. ഈ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് ബോറോ വരുന്നത്. അപ്പൊ ഈ റൂൾ അറിഞ്ഞിരിക്കാം. ഓക്കെ. സോ 0 - 1 നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹയർ ബിറ്റിൽ നിന്നും എന്ത് ചെയ്യണം? ഒരു 1 ബോറോ ആയിട്ട് എടുക്കണം. ഇപ്പൊ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് 0 - 1 ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ ഇപ്പം ഇതൊരു വലിയ നമ്പറാണ് വിചാരിക്കാം. അപ്പം നമുക്ക് 0 - 1 ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള ആ ഒരു നമ്പറിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 നമ്മൾ എന്ത് ചെയ്യണം? ബോറോ എടുക്കണം. അങ്ങനെ ബോറോ എടുക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ 0 10 ആകും. ഓക്കെ. 10 എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ എന്താണ്? സോറി, ബൈനറിയിലെ ഡെസിമലിൽ എന്താണ്? 2 ആണ് അല്ലെ? ഇനി 2ൽ നിന്ന് ഈ 1 മൈനസ് നമുക്ക് എന്താ കിട്ടുക? 1 ആണ് ആൻസർ കിട്ടുക. അപ്പൊ നമ്മളിവിടെ എടുത്ത ബോറോ എന്താണ്? നമ്മൾ എടുത്ത ബോറോ 1 ആണ്. നമുക്ക് കിട്ടിയ ഡിഫറൻസ് എന്താണ്? 1 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോറോ എടുത്തിട്ട് ഉള്ള കോമ്പിനേഷൻ ചെയ്യുന്നത്. നമുക്ക് 0ൽ നിന്നും 1 ഡയറക്ട്ലി സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ലെഫ്റ്റിൽ കിടക്കുന്ന ബിറ്റ്, അതാണ് ഹയർ ബിറ്റ്, അതിൽ നിന്നും ഒരു 1 ബോറോ ആയിട്ട് എടുക്കും. അപ്പൊ നമ്മുടെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് 10 ആകും, അതായത് 2 ആകും. ആ 2ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 ആൻസർ കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ബോറോ എടുക്കുമ്പോൾ നെക്സ്റ്റ് ഹയർ ബിറ്റിൽ നിന്ന് വേണം എടുക്കാൻ. ഓക്കെ. അവിടെ നെക്സ്റ്റ് തൊട്ടടുത്ത് ഒരു ഹയർ ബിറ്റ് എടുക്കാനില്ലെങ്കിൽ നേരെ അപ്പുറത്തേക്ക് പോകാം. ഓക്കെ. സോ ദ ലെൻഡിങ് ബിറ്റ് ഡിക്രീസസ് ബൈ 1. അതായത് ലെൻഡിങ് ബിറ്റ് അപ്പം എന്ത് ചെയ്യും? 1 വെച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദ കറന്റ് ബിറ്റ് ബിക്കംസ് 10. ആൻഡ് ഇതെന്ത് ചെയ്യണം? LSB യിൽ നിന്നും MSB കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഓൾവേസ് റെക്കോർഡ് ദ ബോറോ ക്ലിയർലി. ഇപ്പൊ ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ 1011 മൈനസ് 0100 ആണ്. ഓക്കെ. സോ 1 - 0 എന്താണ്? 1 ആണ്. 1 - 0 is 1. ഇനി ഇവിടെ നോക്കിയാൽ 0 - 1. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ബോറോ വേണം അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഹയർ ബിറ്റ്, അതാണ് നമ്മുടെ ലാസ്റ്റ് ബിറ്റ്. നെക്സ്റ്റ് ഹയർ ബിറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ബോറോ എടുത്തു. ബോറോ എടുക്കുന്ന സ്ഥലത്ത് എന്താവുന്ന ഞാൻ പറഞ്ഞത്? 2 ആവുന്ന പറഞ്ഞത്. അതായത് 10. ഓക്കെ. ബോറോ എടുത്ത സ്ഥലത്ത് എന്താകും? 0 ആകും. അപ്പൊ 10 തന്നെ 2 ആണ്. അപ്പൊ 2 - 1 എന്താണ്? 1 ആണ്. ആൻഡ് ഇവിടെ എന്താണ്? 0 - 0 0. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? 0111. ഇതാണ് ആൻസർ കിട്ടിയത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് ബോറോ എടുത്ത് ഇങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ 10 എന്നാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ 1 - 1 0 എന്ന് എഴുതി വെക്കരുത്. അത് തെറ്റാണ്. അപ്പം എപ്പോഴും 10 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 2 ആണ്. ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി 0111 ആണ് ആൻസർ കിട്ടിയത്. ഇനി ആൻസർ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1011 എന്ന് പറയുന്നത് 11 ആണ്, ഡെസിമലിൽ 11 ആണ്. ആൻഡ് 0100 എന്ന് പറയുന്നത് 4 ആണ്. സോ 11 - 4 എന്താണ്? 7 ആണ്. സോ 0111 എന്ന് പറയുന്നത് ഈ ബൈനറി വാല്യൂ നമ്മുടെ ഡെസിമലിൽ വരുമ്പോൾ എന്താണ്? അതിന്റെ ആൻസർ 7 ആണ്. സോ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ആൻസർ ശരിയാണ്. സോ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് അധികം തെറ്റ് വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല.
സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 10010 മൈനസ് 00111. കുറച്ചധികം ബോറോ എടുക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? 10010 മൈനസ് 00111. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 0 - 1 ആണ് ആദ്യം ചെയ്യേണ്ട ബിറ്റ്. അപ്പോ അവിടെ തന്നെ നമുക്ക് ബോറോ എടുക്കണം അല്ലെ. അപ്പം ഇവിടെ നിന്ന് ഞാനൊരു ബോറോ ഇങ്ങോട്ട് എടുക്കുകയാണ്. സോ ഇവിടെ എന്താകും? ഇവിടെ 0 ആകും, ഇവിടെ 1 0 ആകും, അതായത് 2 ആണ്. സോ 2 - 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 0 - 1 വരും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ബോറോ എടുക്കണം. പക്ഷെ ഇവിടെ ബോറോ എടുക്കാനുണ്ടോ? ഇല്ല. ഇവിടെ ബോറോ എടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ എവിടെ ഉള്ളത്? ഇവിടെ മാത്രം ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എടുക്കും. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ 0 ആകും, ഇവിടെ എന്താകും? ഇവിടെ 1 0 ആകും. ഇനി ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് എടുക്കണം. പക്ഷെ ഇവിടെ 2 അല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് 1 എടുത്താൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 1 ഉണ്ട്. ഇവിടെ എന്താകും? ഇവിടെ 1 0 ആകും. എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പറഞ്ഞ ഇങ്ങോട്ട് എടുത്താലേ ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 1 0 എന്ന് 1 എടുക്കുമ്പോൾ ഇവിടെ 2 അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് 1 എടുക്കുമ്പോൾ ഇവിടെ ബാക്കി ബാലൻസ് 1 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ 1 0 ആയി. അപ്പം 2 - 1 എന്താണ്? 1. ഇവിടെ എന്താ? 1 - 1 0. ഇവിടെ എന്താ? 1 - 0 1. 0 - 0 0. അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടാ? 1011 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അതാണോ നമ്മുടെ ആൻസർ? അതെ, 1011 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. സോ ഇവിടെ എന്താ? ഇവിടെ ഒരുപാട് ബോറോ വന്നല്ലേ. അപ്പൊ ആ ബോറോ ഇസ് റിക്വയർഡ് ഇൻ ദ റൈറ്റ് സൈഡ് കോളംസ്, വർക്ക് ഫ്രം LSB ടുവേർഡ്സ് MSB. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിയാണ്ട് ഇത് ബൈനറിയിലത്തെ വാല്യൂ ആയിട്ട് സെയിം ആണോ നോക്കിയാൽ മതി. ഇത് 10010 എന്ന് പറയുന്നത് 18 ആണ്, 00111 എന്ന് പറയുന്നത് 7 ആണ്. സോ 18 - 7 11 ആണ് കിട്ടുക. നമ്മുടെ ആൻസർ എന്താണ്? 1011 എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് 11 ആണ് അല്ലെ. ആൻസർ എന്താണ്? 01011 ടു ദ ബേസ് 2. അപ്പൊ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10100 അല്ലെ. 10100. എനിക്ക് അങ്ങനെ കൂടിക്കിടന്നാൽ എനിക്ക് തെറ്റും. അപ്പൊ അതാണ് ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതുന്നത്. ഇതായിരിക്കും കുറച്ചും കൂടെ ചെയ്യാനായിട്ട് എളുപ്പം. അപ്പം 00111. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 0 - 1 നമുക്ക് ചെയ്യണമെങ്കിൽ ബോറോ വേണം, ഇതും ചെയ്യണമെങ്കിൽ ബോറോ വേണം, ഇതും ചെയ്യണമെങ്കിൽ ബോറോ വേണം. സോ അത് എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിന്ന് മാത്രം. അപ്പൊ ഇവിടെ ഞാൻ എടുത്തു. ഇവിടെ എടുത്തപ്പം ഇവിടെ 0 ആയി, ഇവിടെ എന്തായി? ഇവിടെ 2 ആയി. ഇനി ഇവിടെ ഞാൻ ഒന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താകും? ഇവിടെ 1 ആകും, ഇവിടെ 2 ആകും. വീണ്ടും ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ 1 ആകും, ഇവിടെ 2 ആകും. സോ 2 - 1 1, 1 - 1 0. ഇവിടെ എന്തായി? 1 - 1 0. ഇവിടെ 0 - 1 ആണ് വരാ അല്ലെ. പക്ഷെ എനിക്ക് ഇവിടെ എന്ത് വേണം? ബോറോ എടുക്കണം. അപ്പൊ ഇവിടെ ഈ 1ന് ഞാൻ ബോറോ എടുക്കാം. അപ്പൊ ഇവിടെ എന്താകും? ഇവിടെ 0 ആകും. ഇവിടെ നിന്ന് എടുക്കുമ്പോ ഇവിടെ എന്താകും? ഇവിടെ 2 ആകും. ഇവിടെ 1 ഉണ്ട്. ഈ 1ന് ഇങ്ങോട്ട് എടുക്കുമ്പോ എന്താകും? ഇവിടെ 2 ആകും. സോ 2 - 1 1, 1 - 0 1, 0 - 0 0. എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? 11001 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അത് തന്നെയാണോ നമ്മുടെ ആൻസർ? യെസ്, 11001 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. സോ ഇതിൽ ഒരുപാട് 2 പ്രാവശ്യം നമ്മൾ ബോറോ എടുക്കേണ്ടി വന്നു അല്ലെ. നേരത്തെ ക്വസ്റ്റ്യനെ പോലെയല്ല, കുറച്ചും കൂടി കൂടുതൽ ബോറോസ് വന്നു. സോ ട്രാക്ക് എവറി ബോറോ ബി കെയർഫുള്ളി. നമ്മൾ ഇങ്ങോട്ട് എഴുതി വരുമ്പോൾ നിങ്ങൾ എപ്പോഴും 10 ഇട്ട് എഴുതുന്നേക്കാളും ഇപ്പം തുടക്കത്തിലൊക്കെ ചെയ്യുമ്പം 2 എന്ന് എഴുതി പോയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കാണുമ്പോൾ 1ൽ നിന്ന് 1 ചിലപ്പോൾ നിങ്ങൾ മൈനസ് ചെയ്ത് പോകും. ഞാനും അങ്ങനെ ആദ്യമൊക്കെ ചെയ്ത് എൻ്റെ കുറെ തെറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2 ഇട്ട് പോയാൽ മതി. എന്നിട്ട് കുറച്ച് പഠിച്ചതിന് ശേഷം മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം 10 ഇട്ട് പോവുക. ഓക്കെ. കുറച്ച് എക്സാം ടിപ്സ് പറയാം. അതായത് ആഫ്റ്റർ എ ബിറ്റ് ലെൻസ് 1 ഇറ്റ്സ് വാല്യൂ ഡിക്രീസ് ബൈ 1 നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ഡു നോട്ട് റീയൂസ് ദ സെയിം ബോറോ. ഒരിക്കലും യൂസ് ചെയ്ത ബോറോ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യരുത്.
റീയൂസ് ചെയ്യാൻ അവിടെ ഉണ്ടാവില്ല, എന്നാലും റീയൂസ് ചെയ്യരുത്. സോ ഫോർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വെരിഫൈ ദ ഫൈനൽ റിസൾട്ട് ഇൻ ഡെസിമൽ. അതായത് ഇതിപ്പം ഈ ബോറോ എടുക്കുന്ന ഇപ്പം ഇവിടെ ഒന്നിലധികം ബോറോസ് വന്നല്ലേ, അപ്പം നമ്മളിങ്ങനെ എടുത്തെടുത്ത് പോകുന്നത് ചിലപ്പം എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു തെറ്റ് പറ്റാം. അപ്പം നമ്മൾ എന്തായാലും അതിനെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ആൻസർ എഴുതാം. കാരണം ഇത്രയും നേരം നമ്മൾ റിയൽ പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് വരുന്നോട് ചെയ്യാം. ഫ്രാക്ഷണൽ പാർട്ടിൽ അങ്ങനെ അഡീഷൻ പോലെ തന്നെയാണ്, എന്നാലും ഞാൻ കുറച്ച് റൂൾസ് പറയാം. അതായത് അലൈൻ ദ ബൈനറി പോയിന്റ്സ് ഫസ്റ്റ്. അതായത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ നേരത്തെ എഴുതുമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബൈനറി പോയിന്റ് അലൈൻ ആയിട്ട് എഴുതാം, അത് മറക്കാണ്ട് എഴുതാം. ദെൻ സബ്ട്രാക്ട് ഫ്രാക്ഷണൽ ബിറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ഇൻറ്റീജർ ബിറ്റ്സ്. ഇൻറ്റീജർ ബിറ്റ്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫ്രാക്ഷൻ ബിറ്റ്സ് ചെയ്യുന്നത്. ഇവിടെ ഇൻറ്റീജർ ഫ്രാക്ഷൻ എന്നുള്ള ഡിഫറൻസ് ഇല്ലാണ്ട് വേണം ചെയ്യാൻ, അഡീഷനിൽ ചെയ്ത പോലെ തന്നെ വേണം ഇവിടെ ചെയ്യാൻ. ആൻഡ് ഇഫ് എ ഫ്രാക്ഷണൽ ബിറ്റ് നീഡ്സ് എ ബോറോ ഫ്രം ദ നെക്സ്റ്റ് ഹയർ പൊസിഷൻ ടു ദ ലെഫ്റ്റ്. ഇതുപോലെ റൂൾസ് പോലെ പറഞ്ഞതേ ഉള്ളൂ, വലിയതായിട്ട് അങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമൊന്നുമല്ല. സോ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് 101.10 നിന്നും 010.01 ആണ് നമുക്ക് കുറയ്ക്കാനുള്ളത് അല്ലെ. അതായത് 101.10 ഇത് നമുക്ക് എന്താ കുറയ്ക്കാനുള്ളത്? 010.01 ഇതാണ് കുറയ്ക്കാനുള്ളത് അല്ലെ. ഫസ്റ്റ് തന്നെ ബോറോ വരും, അത് ഇവിടുന്ന് 1 എടുത്തു, ഇവിടെ എന്തായി? ഇവിടെ 0 ആയി, ഇവിടെ 2 ആയി. 2 - 1 1, 0 - 1 0. ആ ബൈനറി പോയിന്റ് അങ്ങനെ താഴേക്ക് ഇറക്കിയിടാം. ഞാൻ ചെറിയ ഡോട്ട കാണില്ല ചിലപ്പോ, ഓക്കെ ഇറക്കിയിടാം. ദെൻ 1 - 0 1. ഇവിടെ വീണ്ടും ബോറോ എടുക്കണം അല്ലെ, ഈ അറ്റത്തെ 1 എടുക്കണം. ഇവിടെ എന്താകും? ഇവിടെ 0 ആകും, ഇവിടെ 2 ആകും. സോ 2 - 1 എന്താണ്? 1 ആണ്. 0 - 0 എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ എന്താണ് കിട്ടുന്നത്? ആൻസർ 011.01 ആണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയത്. ഇത് തന്നെയാണ് ആൻസർ എന്ന് നോക്കാം. അതാണ് ആൻസർ. യെസ്, 011.01 ഇതാണ് ആൻസർ. സോ ഡെസിമൽ ചെക്ക് ചെയ്യുക. 101 എന്ന് പറയുന്നത് 5, 10 എന്ന് പറയുന്നത് 0.10 എന്ന് പറയുന്നത് 0.5. സോ 5.5 ആണ് 101.10 എന്ന് പറയുന്നത്. മൈനസ് 010.01 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2.25 ആണ് കിട്ടുക. അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 3.25 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 3.25 ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ശരിയാണ്, നമ്മൾ ചെക്ക് ചെയ്തു. ഇനി എന്താണ്, ഇനി നമുക്കൊരു റിയൽ എക്സാം സ്റ്റൈൽ പ്രോബ്ലം നോക്കാം. അതായത് നമ്മുടെ ഗേറ്റിനും അതേപോലെ യൂണിവേഴ്സിറ്റി എക്സാമിനും ഒക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 1101.101. ഇതിനെന്താ മൈനസ് ചെയ്യണ്ടേ? 010.01. ഓക്കെ, അപ്പൊ ഇതാണ് മൈനസ് ചെയ്യേണ്ടത്. സോ 1 - 1 എന്താണ്? 0 ആണ്. 0 - 1 ചെയ്യാൻ പറ്റില്ല, അപ്പൊ ബോറോ എടുക്കണം. സോ ഇവിടെ 0 ആകും, ഇവിടെ 2 ആകും. 2 - 1 1 ആണ്. 0 - 1 0 ആണ്. സോ ഫ്രാക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഡെസിമൽ പോയിന്റ് ഇറക്കിയിടാം, സോറി ബൈനറി പോയിന്റ് ഇറക്കിയിടാം. then എന്ത് ചെയ്യണം? 1 - 1 എന്താണ്? 0 ആണ്. 0 - 1 എന്താണ്? 0 ആണ്. 1 - 1 എന്താണ്? 0 ആണ്. 1 - 0 എന്താണ്? 1 ആണ്. ഇത് കുറച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നേരത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? 100.010 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, സോ ഇത് തന്നെയാണ് ആൻസർ. 100.010 ആണ് ആൻസർ. നമുക്ക് വെരിഫൈ ചെയ്യാം. അതായത് 1101.101 എന്ന് പറയുന്നത് 13.625 ആണ്. 0101.011 എന്ന് പറയുന്നത് 5.375 ആണ്. സോ അത് മൈനസ് ചെയ്യുമ്പോൾ 8.25 ആണ് കിട്ടുക. നമുക്ക് 8.25 ആണ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ശരിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്തു. നമ്മൾ റിയൽ പാർട്ട് ചെയ്തു, മൾട്ടിപ്പിൾ ബോറോസ് എടുക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ റിയൽ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും വരുന്ന ക്വസ്റ്റ്യൻ ചെയ്തു, അതിലും ബോറോ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം വരാവുന്ന എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പോർഷന് ഒരിക്കലും തെറ്റില്ല. ഓക്കെ, സോ നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, ബൈനറി അഡീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.